ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണ് കൂടുതലും ബി എഡ് എടുക്കാറ്. ചിലർക്ക് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ബി എഡ് എടുക്കണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അറിയണ കാര്യമാണ്. എന്നാലും ഈ ബി എഡ് കോഴ്സിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത്? ഇപ്പൊ ഗ്ലോബൽ അക്കാഡമി വഴി അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും? ഇപ്പൊ ഗ്ലോബൽ അക്കാഡമി വഴി ബി എഡിന് അഡ്മിഷൻ എടുക്കുന്നവർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ബി എഡ് നമുക്ക് ജോലിയോടൊപ്പം പഠിക്കാൻ പറ്റുന്നതെന്ന്. അതിനുള്ള ഉത്തരം ഇപ്പൊ എന്താന്ന് വെച്ചാല്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിസ്റ്റന്റ് ആയി ബി എഡ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ എക്സ്പേർട്ടായ ട്യൂട്ടേഴ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് വഴി ജോലിയെ ബാധിക്കാതെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കോഴ്സിന് ഇക്വാലൻസി കിട്ടും? തീർച്ചയായും കിട്ടും. കാരണം നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് UGC NCTE അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മിക്ക യൂണിവേഴ്സിറ്റികളിലും ഈ കോഴ്സിന് ഇക്വാലൻസി ഉണ്ട്. ഈ ബി എഡ് കോഴ്സിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത്? ഡിഗ്രിക്ക് 50% മുകളിൽ മാർക്കുള്ളവർക്കും അതുപോലെ PG ആവശ്യമുള്ള വിഷയങ്ങളിൽ 50% മുകളിൽ മാർക്കുള്ളവർക്കും പ്രായഭേദമന്യേ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരാണ് കൂടുതലും ബി എഡ് എടുക്കാറ്. ചിലർക്ക് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ബി എഡ് എടുക്കണമെന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? TTC കോഴ്സസ് ഉണ്ട്, അതുപോലെ DED, DLED, അതുപോലെ ഇന്റഗ്രേറ്റഡ് BEd കോഴ്സുകളായ BA BEd, BSc BEd, BCom BEd ഇതെല്ലാം അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. MEd കോഴ്സിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? BEdന് 50% മാർക്ക് ഉണ്ടെങ്കിൽ MEdന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ചോദ്യം വരുന്നതാണ്, BEd ഇല്ലാതെ MEd ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റില്ല. അപ്പോൾ ഗ്ലോബൽ അക്കാഡമി വഴി BEdനും MEdനും നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പൊ ഗ്ലോബൽ അക്കാഡമി വഴി അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും? അഡ്മിഷന് ആവശ്യമുള്ള ഡോക്യുമെന്റ്സും അതുപോലെ ഇനീഷ്യൽ പേയ്മെന്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 24 hours നിങ്ങളുടെ അഡ്മിഷൻ ശരിയായി കിട്ടുന്നതാണ്. അഡ്മിഷന് ശേഷം ഗ്ലോബൽ അക്കാഡമി എന്തെല്ലാം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡോക്യുമെന്റ് സപ്പോർട്ട്, അക്കാഡമിക് സപ്പോർട്ട്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, ID കാർഡ്, അതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, പിന്നെ അതിന് പുറമെ ആയിട്ട് എക്സാം രജിസ്ട്രേഷൻ, എക്സാം ഹാൾ ടിക്കറ്റ്, ഇവയെല്ലാം ഗ്ലോബൽ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കോഴ്സ് കംപ്ലീഷന് ശേഷം വേണ്ട TC, മാർക്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അതെല്ലാം ഗ്ലോബൽ അക്കാഡമി തന്നെ ടേക്ക് കെയർ ചെയ്യും. ഒരു BEd MEd പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഇത്രയും സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് ഗ്ലോബൽ അക്കാഡമി മാത്രമേ ഉള്ളൂ അല്ലേ? തീർച്ചയായും. BEd MEd കോഴ്സ് കംപ്ലീഷന് ശേഷം ഗ്ലോബൽ അക്കാഡമി എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ സൗത്ത് ഇന്ത്യയില് ടീച്ചിങ് കോഴ്സിന് അഡ്മിഷനും അതുപോലെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കൊടുക്കുന്ന ഏക സ്ഥാപനം ഗ്ലോബൽ അക്കാഡമി മാത്രമാണ്. ഈ ഒരു പ്ലേസ്മെന്റ് കൊടുക്കുന്നതാണോ ഗ്ലോബൽ അക്കാഡമി മറ്റുള്ള അക്കാദമിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നാണോ പറയുന്നത്? യെസ്. ഗ്ലോബൽ അക്കാഡമി teachingcareer.online എന്ന വെബ്സൈറ്റിലൂടെയാണ് ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ പ്ലേസ്മെന്റ് കിട്ടും? സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ ലെവലിൽ ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരുന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മൾക്ക് വിദേശത്ത് പോയിട്ട് ഇനി ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ജോബ്സിനോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും. ഇതിന് വിദേശ ജോലികൾക്കും അതുപോലെ ഹയർ എഡ്യൂക്കേഷനും വിദേശ എംബസി അറ്റസ്റ്റേഷനും കൂടാതെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. അത് മറ്റൊരു ഡൗട്ട് ആയിരുന്നു അല്ലെ. ഈ പ്ലേസ്മെന്റ് ആണ് ഗ്ലോബൽ അക്കാദമിയെ മറ്റുള്ള അക്കാദമിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നാണോ പറയുന്നത്? തീർച്ചയായും. അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സർവീസസ് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഗ്ലോബൽ അക്കാദമി സ്റ്റുഡന്റ് കൗൺസിലേഴ്സിനെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഗ്ലോബൽ അക്കാദമി കൊച്ചി.